എന്താ രാജീവ് ഇത്? മുഹൂർത്ത സമയത്തും ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ? കയ്യിൽ ഫോട്ടോ ഉണ്ടല്ലോ, ആരുടെ അത്? അത് പിന്നെ രാജീവിന്റെ നിപ്പും മട്ടും ഒക്കെ കണ്ടാൽ എന്തോ പ്രധാനപ്പെട്ട ഫോട്ടോയാണെന്ന് തോന്നുന്നല്ലോ. ആരുടെ ഫോട്ടോയാണത്? അത് അതെന്താ അത്ര പ്രധാനപ്പെട്ട ഫോട്ടോ? ഇങ്ങടക്ക് നോക്കട്ടെ. ആഹാ, ഇത് കമ്പനിയുടെ ലോഗോയ്ക്ക് വേണ്ടി എടുത്ത ഫോട്ടോ അല്ലേ? എന്റെ രാജീവേ, ഇത് വെഡിങ് ഡേ അല്ലേ മാം? ഈ സമയത്ത് ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കണോ? മാഡം, ഈ ഫോട്ടോ അത് ഞാനിപ്പോ കൊണ്ടുവന്നത്. വേണ്ട രാജീവ്, ഒന്നും പറയണ്ട. ഏത് അർജന്റായ വർക്കാണെങ്കിലും ഇനിയെല്ലാം സ്വന്തം കല്യാണത്തിന് ശേഷം. മുഹൂർത്തം ആവാറായി, പോയി റെഡിയാവും. ജസ്റ്റ് ഗോ. ശരി മാഡം. ദാ ഇത് കൊണ്ടുവച്ചേക്ക്. ഗോഡ് ബ്ലെസ് യു. നന്നായി വരട്ടെ. രാജീവേ, നിന്നെ ഞങ്ങൾ ആനന്ദിനെയും അരവിന്ദിനെയും പോലെ ഞങ്ങളുടെ ഒരു മോനായിട്ട് തന്നെയാ കണ്ടിരിക്കുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് ചോദിക്കാം. ഒന്നിനും ഒരു മടിയും വേണ്ട. ഓക്കെ മാഡം. ഏയ്, മാഡം എന്ന് വിളിക്കരുത്, അമ്മയെന്ന് വിളിക്കണം. പറഞ്ഞില്ലേ, യു ആർ ലൈക്ക് മൈ സൺ. രാജീവേ, ഇനി ആരെങ്കിലും നിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞേക്കണം നീ തൃച്ചംപുരത്തേതാണെന്ന്. അതിനുള്ള അവകാശം ഞങ്ങൾ നിനക്ക് തന്നിരിക്കുന്നു. ഗോ ആൻഡ് ഗെറ്റ് റെഡി. വാ, അകത്തോട്ടിരിക്കാം. ഹലോ, നീ എത്തിയോ? ഞാൻ എന്താ വരുന്നടാ. നമ്മുടെ കുട്ടപ്പായി ഗൾഫിൽ നിന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ട്. താഴെ എത്തി, ഞാൻ വിളിച്ചോണ്ടിരാം. നീ പോയിട്ട്. ശരി. ഹലോ സാർ. എന്തു പറ്റി? കണ്ണിലെന്തെങ്കിലും പൊടി വീണോ? ഒരു അസ്വസ്ഥത പോലെ. അതേടാ, ഇടത്തെ കണ്ണ് കുറെ നേരമായിട്ട് തുടിക്കുന്നു, അല്ലാതെ വെട്ടി പിടിക്കുന്ന പോലെ. ഇടത് കണ്ണ് തുടിക്കുന്നോ? പഴയ ആൾക്കാർ പറയുന്ന പോലെ ആണുങ്ങൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് എന്തോ വലിയ ആപത്തിനാണെന്നാ. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. നീ ആ കണ്ണൊന്ന് കഴുകി, ഇറിറ്റേഷൻ താനെ മാറിക്കോളും. ഏയ്, ഇതുവരും അന്ധവിശ്വാസമൊന്നുമല്ല. എനിക്കും ചെറിയൊരു ഉത്ഭയമുണ്ട്, എന്തോ ട്രാജഡി വരാൻ പോവാണോ എന്ന്. കൊള്ളാം. +2 സയൻസ് വിഷയങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിയ ആനന്ദകൃഷ്ണനാണോ ഈ പറയുന്നത്? നീ ആളങ്ങ് മാറിപ്പോയല്ലോ. ഇത് സയൻസ് വെച്ച് അളന്നിട്ടല്ലടാ, വിശ്വാസത്തിന്റെ വിഷയമാ. മുമ്പ് എന്റെ വലത് കണ്ണ് തുടിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ നമ്മൾ ചിലത് വിശ്വസിക്കും. ഇതിപ്പോ ഇടത് കണ്ണ് തുടിക്കുന്നു, അപ്പോ എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. മുമ്പ് എന്റെ വലത് കണ്ണ് തുടിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ നമ്മൾ ചിലത് വിശ്വസിക്കും. ഇതിപ്പോ ഇടത് കണ്ണ് തുടിക്കുന്നു, അപ്പോ എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. മനുഷ്യൻ അവനവന്റെ എക്സ്പീരിയൻസ് വെച്ചല്ലേ ഓരോന്ന് വിശ്വസിക്കുന്നതും തള്ളിക്കളയുന്നതും. ഇവിടെ എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നു, അത്രേ ഉള്ളൂ.
നീ പറയുന്നൊക്കെ കേൾക്കുമ്പോ എനിക്കും കൂടി ഭയം തോന്നുന്നല്ലോ. ഏയ് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അങ്ങോട്ട് ചെന്ന് അമ്മയൊന്ന് കാണ്. അമ്മ ഇവിടെ വരുമ്പോ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. അതെന്നെ കുറച്ച് ഉപദേശിക്കാനായിരിക്കും. ദേ ഇപ്പൊ തന്നെ പോയി കണ്ടേക്കാം. ശരി. ആ ആ എന്തു പറ്റിയാണ്? വിശ്വാസത്തെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഏയ് അതൊന്നുമില്ല. എന്റെ ഇടത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങി. എന്തോ ദോഷം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. അതവനോട് ഷെയർ ചെയ്തതാ. അയ്യോ ക്രേസി, അതിലൊക്കെ വിശ്വാസം ഉണ്ടോ ആനന്ദിന്? ഞാനിപ്പോ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞതേ ഉള്ളൂ. അനുഭവങ്ങളല്ലേ നമുക്ക് വിശ്വാസമാവുന്നത്. പലപ്പോഴും വലത് കണ്ണ് തുടിച്ചപ്പോ നല്ലത് വരുമെന്ന് അമ്മയും കല്യാണിയൊക്കെ പറഞ്ഞു. അത് അതുപോലെ സംഭവിച്ചു. അങ്ങനെ വരുമ്പോ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഓക്കെ, വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കാം. ഇപ്പോ അത് മാറാൻ എന്താ വഴി? അതും കൂടി പറ. മാറാൻ ഇനിയൊരു മാജിക് മെഡിസിനേ ഉള്ളൂ. അതെന്റെ കൈ തന്നെ ഉണ്ട്. മാജിക് മെഡിസിനോ? അതെന്ത് സാധനമോ? മനസ്സിലായില്ല. I'll tell you. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലോഗോ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. 2 കണ്ണുകളല്ലേ? അതെ. ദേ നോക്കിയേ. ഈ കണ്ണുകളിലേക്ക് കുറച്ചുനേരം നോക്കിയിരുന്നാ മതി. എന്റെ കണ്ണിന്റെ തുടിപ്പ് മാറിക്കിട്ടും. എന്റെ ഒരു സ്ട്രേഞ്ച് ആൻഡ് എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. മനസ്സിൽ എന്തെങ്കിലും ഭാരം ഉണ്ടാവുമ്പോ ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് മനസ്സ് ഫ്രീ ആവും. അച്ചിട്ട. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളല്ലേ. ഇനി ഏതായാലും ആ ജീവനില്ലാത്ത കണ്ണുകളിലേക്ക് നോക്കണ്ട. നല്ല ചോരയോട്ടമുള്ള ജീവന്റെ തുടുപ്പുള്ള എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാ മതി. ആനന്ദിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് തെളിവ് നോക്കിയാലോ? ജസ്റ്റ് ലുക്ക് അറ്റ് മൈ ഐസ്. നോക്കാലോ കണ്ണിന്റെ തുടുപ്പ് മാറുമെന്ന്. കമോൺ, നോക്കാനന്തേ, നോക്ക പ്ലീസ്. എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ണിന്റെ തുടുപ്പ് മാറിയില്ലേ? ആർ യു ഓക്കെ നൗ? ഐ എം സോറി. കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നുക. കൂടുതൽ മോശമായിട്ട് വേദനയും തുടങ്ങി. ഏയ് തനിക്ക് ഫീൽ ആവാൻ വേണ്ടി പറഞ്ഞല്ല. നിന്റെ കണ്ണുകൾ നല്ല ഭംഗിയുള്ളതാ. പക്ഷേ ആ ലോഗോയിലെ കണ്ണുകളിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഹാസ് എ മാജിക്കൽ മാഗ്നറ്റിക് പവർ ഇൻ ഇറ്റ്. എന്റെ പ്രോബ്ലത്തിന് ഇത് മാത്രമേ മെഡിസിൻ ആയിട്ടുള്ളൂ. കണ്ടില്ലേ, എന്റെ കണ്ണുകളുടെ തുടിപ്പ് മാറി. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. അതാണ് വിശ്വാസം. താങ്ക്സ്. ആ വാ, മുഹൂർത്തത്തിന് സമയമായി. എന്റെ കണ്ണുകളിൽ ഇല്ലാത്ത എന്ത് മാജിക്കാ ആ കണ്ണുകളിലുള്ളത്?
അതിന് അങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് ആനന്ദ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അത് ഞാൻ മനസ്സിലാക്കും ഉടൻ തന്നെ.
ജയന്തി, ജയന്തി, ഹലോ, ഇത് സമാധിയായ ജയന്തി? എന്താ? ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി ഉണ്ടിട്ട് പോവാ. കല്യാണം കഴിഞ്ഞെന്നാ? നീ എന്താ സ്വപ്നം കാണുകയാണോ? കണ്ണുറന്ന് നോക്ക്, ചെറുക്കം വരെ ഇതുവരെ എത്തിയിട്ടില്ല. കഷ്ടം. അയ്യോ, സ്വപ്നായിരുന്നോ? ശരിയാ, മണ്ഡപത്തില് പൂജാരി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. ഓ, ഞാനങ്ങ് മറന്നു. ആന്റി ആ ഡെമോ കല്യാണത്തിന്റെ CD ഇട്ട് കാണിച്ച് ഈ കല്യാണം മുടക്കോന്ന് പറഞ്ഞിരിക്കയല്ലേ. പിന്നെ എങ്ങനെ ഈ കല്യാണം നടക്കുന്നത്? ആന്റി, മുഹൂർത്തം ആവാറായി. ഈ കല്യാണം മുടങ്ങുമല്ലോ അല്ലേ? നിനക്കെന്താടി അതിനിത്ര സംശയം? കല്യാണം നടന്നതാട്ടെ, ഞാനിപ്പോ സ്വപ്നം കണ്ടതേ ഉള്ളൂ. നീ കണ്ടത് പകൽക്കിനാവല്ലേ, അതൊരിക്കലും ഫലിക്കില്ലല്ലോ. കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറട്ടെ, അപ്പൊ ഞാൻ ആ ഡെമോ കല്യാണം റിലീസാക്കും. അതോടെ ഈ കല്യാണവും മുടങ്ങും, അഖിലാണ്ടേശ്വരിയുടെ അന്തസ്സും പോകും. അത് മതി, അത് മതി. മുഹൂർത്തത്തിന് സമയമായി, ചെറുക്കനോട് വരാൻ പറയാം. ഇപ്പൊ വിളിക്കാം. ചേച്ചി, ചെക്കനെ വിളിക്കാൻ പറഞ്ഞു. ആനന്ദേ, അമ്മേ, രാജീവ് എവിടെ? റൂമിലുണ്ടമ്മേ. വരാൻ പറ, സമയമായി. അരവിന്ദ്, ഒന്ന് പോയിട്ട് വാ. രാജീവ് ഫ്രണ്ട് റൂമിലുണ്ട്. രാജീവ് ബാത്റൂമിലാണോ? രാജീവ് എവിടെ? രാജീവേ, 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 ആനന്ദ്, മുഹൂർത്ത സമയമായില്ലേ? തിരക്കിപ്പോയ അരവിന്ദനെയും കാണുന്നില്ലല്ലോ. അച്ഛ, അമ്മ, എന്തുപറ്റി? രാജീവ് എവിടെ? ബ്രോ, രാജീവിനെ കാണാനില്ല.
കാണുന്നില്ലേ? എന്തു പറഞ്ഞ? എന്തായാലും കുഞ്ഞേ പറയുന്നത്? അരവിന്ദ്, നീ റൂമിലൊക്കെ നന്നായിട്ട് നോക്കിയോ? എല്ലായിടത്തും നോക്കി ബ്രോ, ഈ കോമ്പൗണ്ടിൽ ആളില്ല. ലക്ഷണം കണ്ടിട്ട് ആളെങ്ങോട്ടോ മുങ്ങിയ മട്ട. വാട്ട്? മുങ്ങാനോ? ഭഗവാനെ, എന്തിനാ എന്റെ മോളോട് ഇങ്ങനെ? അതിനു വേണ്ടിട്ട് എന്റെ മോൾ എന്ത് പാപ്പാ ചെയ്തു? അച്ഛാ, കരയില്ലേ അച്ഛാ, കരയില്ലേ. മോളെ കല്യാണി, നിന്റെ കല്യാണം നടന്നു കാണാനുള്ള യോഗം പോലും ഈ അച്ഛനില്ലല്ലോ. എന്തിനാ മോളെ ഇങ്ങനെ ഒരു അച്ഛൻ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? നിന്റെ ഈ കൈ കൊണ്ട് തന്നെ ഈ അച്ഛനെ കൊന്നത്. കൊല്ല്. ദാസിട്ടം,